എന്താ ദിവാരമാമനെന്താ ഈ സമയം? എന്റെ കൊച്ചെ ഞാൻ വന്നത് എന്നാന്നറിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞു, ശരിയാണോ? സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിങ് അങ്ങനെയുള്ള കോച്ചിങ് ആണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർക്കാർ ജോലി കിട്ടും. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ അനന്തരവനാ, അവനൊരു സർക്കാർ ജോലി വേണം. അങ്ങനെ പറഞ്ഞ വെറും അനന്തരവനല്ല, അവന്റെ മോളെ ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നേ. അങ്ങനെയാണ് ഞങ്ങള്. അത് നീ അങ്ങ് തീരുമാനിച്ചോ? ഞാൻ മാത്രമല്ല, അവന്റെ മോള് എപ്പോഴും പറയും എന്നെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല എന്ന്. ആ ബോധ്യം മനസ്സിൽ വെച്ചോണ്ട് നടന്നോ? സർക്കാർ ജോലി ഇല്ലാതെ എന്റെ കൊച്ചിനെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരത്തില്ല. സർക്കാർ ജോലി സാറ് മേടിച്ചു തരുമല്ലോ, എനിക്ക് മേടിച്ചു തരും. അല്ല വാങ്ങിച്ചു തരാം. അല്ല ഇത് എത്ര വയസ്സായിന്ന്? വയസ്സ് ചിങ്ങത്തിൽ 35 ആവേ ഉള്ളൂ. 35? അയ്യോ, എന്താ എത്ര ലേറ്റ് ആയത്? അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അല്ലേ ഇവിടെ വരെ എത്താനായിട്ട്. അതല്ല പറഞ്ഞത്, ഇതിന് നമ്മുടെ ഈ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി എത്താൻ ഇത്ര ലേറ്റ് ആയത്? അല്ല, അത് ലേറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ നിങ്ങളിപ്പോ എത്ര PSC ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? PSC ടെസ്റ്റ് ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ചെയ്തായിരുന്നു. ആ സമയത്ത് ഏതാണ്? അല്ല, PSC അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അത് അറ്റൻഡ് ചെയ്ത് 3 നോർമലാണ്, ഒരു കുഴപ്പമില്ല. അതല്ല പറഞ്ഞത്, നമ്മുടെ ഈ ജോലി കിട്ടുന്നതിന് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല? ഇല്ല. ആദ്യമായിട്ട് എഴുതാൻ പോകും. 35 വയസ്സാകാറ്. 35 വയസ്സായി. അത് ഈ 34, 33 ഒന്നും ബർത്ത്ഡേ ആഘോഷിച്ചില്ല, അതുകൊണ്ട് വയസ്സ് കൂടിയത് മറന്നുപോയി ഞാൻ. അല്ല അമ്മവാ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഏജ് ഓവറായി വരികയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. നടക്കത്തില്ല. ഇല്ല. പിന്നെ ഇറങ്ങിക്കോ. ശരി ഇറങ്ങി. കെട്ടും കിടക്കേക്കാട്ട് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ എന്റെ പലിശയും കാര്യങ്ങളും ഒക്കെ തന്നേച്ചിട്ട് അല്ല എഴുന്നേറ്റ് പോടാ, വീട്ടിൽ പോ. അല്ല ഒന്നല്ല ഇരിക്കും. അമ്മ നാണം കെടുത്തരുത്, ഞാൻ വലിയൊരു സാറാണ്. നമുക്ക് റെഡിയാക്കാം. എന്റെ കൊച്ചിന് PSC എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടാക്കി. ഈ പരീക്ഷയിൽ ഞാൻ അദ്ദേഹത്തിനെ ചേർക്കും, വേറെ ബുദ്ധിമുട്ടൊന്നും. അത് കിട്ടിയാൽ മതി. മാമ, നിങ്ങൾ ഈ സർക്കാർ ജോലി തന്നെ കിട്ടണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താണ്? എന്റെ കൊച്ചെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ബാങ്കിൽ ലോണിന് ചെന്നപ്പോഴത്തേക്ക് അവര് പറയുക, ഈ ലോൺ എടുക്കാൻ നേരത്ത് ജാമ്യം നിൽക്കാൻ വേണ്ടി സർക്കാർ ജോലിക്കാരൻ വേണം. പിന്നെ നമ്മുടെ ബാങ്കിലെ വേറൊരു സാധനം ചോദിച്ചല്ലോ, എന്റെ പേരിന് സാലറി സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ കിടനാപ്പെല്ലാം ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് ജോലിക്കാരൻ ഇല്ലാതെ പറ്റത്തില്ലെന്ന്. എവിടെ ചെന്നാലും ഗവൺമെന്റ് ജോലിക്കാരൻ വേണം. അതെ. അപ്പൊ എന്റെ അവസ്ഥ എന്റെ കുഞ്ഞിനുണ്ടാവരുത്, എന്റെ കുഞ്ഞ് വഴിയാധാരമാകരുത്. അതുകൊണ്ടാണ് ഈ കിഴങ്ങനെ എങ്ങനെയാലും ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അവളെ എന്നെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല. നിങ്ങൾ തമ്മിൽ അത്ര ഇഷ്ടം? ഭയങ്കര. അതെ, നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ്സിൽ പിന്നെ എനിക്ക് 82 മാർക്സ് ഉണ്ടായിരുന്നു. 82%. വെരി ഗുഡ്. 82% അല്ല, മൊത്തം 82 മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷിന്, 10 മാർക്ക് മലയാളത്തിന്, 10 മാർക്ക് സാമൂഹ്യ പഠനത്തിന്, 10 മാർക്ക് സയൻസിന്, 2 മാർക്ക് കണക്കിന്. അങ്ങനെ വന്നാലും അത് 82 ആകുന്നില്ലല്ലോ. ആവൂല, അതാ എനിക്ക് കണക്ക് പണ്ട് മോശമാണ്. ഞാൻ കണക്കിന് മോശമാണ്. കണക്കിൽ കണക്കാ, അതല്ലേ ഈ തെറ്റിപ്പോണതിന്റെ കാര്യം. കണക്കാ.